വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ചാറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് അനാവശ്യമായിട്ട് വരുന്ന ചില ഫോട്ടോസ് വീഡിയോസൊക്കെ അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആയിട്ട് നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആകും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാകാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് വാട്സപ്പിൽ നിന്ന് വരുന്ന ഫോട്ടോസ് വീഡിയോസൊക്കെ എങ്ങനെ അത് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ഗ്യാലറിയിൽ സേവ് ആകുന്നത് തടയാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. അത് നമ്മുടെ വാട്സപ്പിൽ തന്നെ ആയിരിക്കും സൂക്ഷിച്ച് വെക്കുക. അത് നമ്മുടെ ഗ്യാലറിയിലേക്ക് വന്നിട്ട് നമ്മൾ സ്റ്റോറേജിനൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളിൽ തന്നെ എനേബിൾ ആക്കിയാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഒന്ന് ലൈക്കും കൊടുക്കുക, വേണമെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പിലൊക്കെ. അപ്പോൾ നേരെ നമുക്ക് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ എല്ലാവരുടെ മൊബൈൽ ഫോണിലും എനേബിൾ ആയിരിക്കും. ഇത് ഡിസേബിൾ ആക്കുക. ഇത് ഡിസേബിൾ ആക്കിയാൽ വാട്സപ്പിൽ ഇനി ഏത് ഗ്രൂപ്പായാലും നിങ്ങളുടെ ഏത് ഫ്രണ്ട്സ് ആയാലും വാട്സപ്പിൽ ഇനി ഏതെങ്കിലും ഒരു ഫോട്ടോസും വീഡിയോസും അത് നിങ്ങൾക്ക് നിങ്ങൾ ഡൗൺലോഡ് ആക്കിയാൽ അത് വാട്സപ്പിൽ തന്നെ ഉണ്ടാവും, അത് നിങ്ങളുടെ ഗ്യാലറിയിൽ എത്തില്ല. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചാറ്റ് അത് നിർബന്ധമായിട്ടും അതിൽ വരുന്ന ഫോട്ടോസ് വീഡിയോസൊക്കെ നമുക്ക് ഗ്യാലറിയിലേക്ക് എത്തണമെന്നും അപ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ചാറ്റിൽ നിന്നൊക്കെ വരുന്നതാണ് നമുക്ക് ഗ്യാലറിയിലേക്ക് എത്തേണ്ടത് എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ ചാറ്റോ നിങ്ങൾ എടുക്കുക. ശേഷം അതിൻ്റെ ഇൻഫോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നേരത്തെ സെറ്റിങ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും കാണാൻ സാധിക്കും. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ നമ്മൾ പിന്നെ അത് ഡിസേബിൾ ആക്കിയതുകൊണ്ട് ഇവിടെ ഡിഫാൾട്ട് നോ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൽ എല്ലാ ഗ്രൂപ്പും എല്ലാ ചാറ്റും ഇപ്പോൾ നോ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എനിക്ക് വരണം, ഗ്യാലറിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഇത്തരത്തിലുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ നമ്മൾ ഗ്യാലറിയിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി